KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്ക്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കരിങ്കൊടി പ്രതിഷേധത്തിനിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പോലീസ് വലയം ഭേദിച്ച് സമരക്കാർ മന്ത്രിയെ ആക്രമിക്കുകയായിരുന്നു. രാവിലെ മന്ത്രിക്കെതിരെ ജില്ലയിൽ പലയിടത്തും കരിങ്കൊടി പ്രതിഷേധം നടന്നിരുന്നു. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ വീണ ജോർജിന്റെ കഴുത്തിലും കൈയിലുമാണ് പരിക്കേറ്റത്. തുടർന്ന് മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്ക് വേദനയുണ്ടെന്നും കഴുത്ത് അനക്കാനാകുന്നില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. കയ്യേറ്റത്തെക്കുറിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നു തന്നെ മന്ത്രി ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സംഭവത്തെ തുടർന്ന് വന്ദേ ഭാരത് ട്രെയിനിന് പോകേണ്ടിയിരുന്ന മന്ത്രി യാത്ര റദ്ദാക്കി. മന്ത്രിയെ സമരക്കാർ മർദ്ദിച്ചുവെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന AN ഷംസീർ പ്രതികരിച്ചത്. സമരക്കാർ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നുവെന്നും ഇത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിക്കെതിരെ നടന്ന ആക്രമണം രാഷ്ട്രീയ ആഭാസമാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിയെ മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അതേസമയം KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. മന്ത്രിയുടെ അടുത്ത് പോലും പ്രവർത്തകർ എത്തിയിട്ടില്ല. 4-5 പ്രവർത്തകർ മാത്രമാണ് മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. 35ഓളം പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു. KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും. എല്ലാ വാർത്താ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും മന്ത്രിയെ ആക്രമിക്കുന്ന ചിത്രമോ ദൃശ്യമോ ആർക്കും കിട്ടിയില്ല. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം മന്ത്രിയുടേത് അഭിനയമെന്ന് KSU പ്രതികരിച്ചു. നാടകം കളിച്ച് അനുകമ്പ പറ്റാനാണ് മന്ത്രിയുടെ ശ്രമമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. പ്രവർത്തകർ ആരും മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നും ഇക്കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും അലോഷ്യസ് വ്യക്തമാക്കി.